ഹായ്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേമാതരം അല്ലെങ്കിൽ ദേശീയ ഗീതം മുഴുവനായും ആലപിക്കണമെന്നുള്ള ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഇപ്പോ വലിയ വിവാദമായിരിക്കുകയാണ്. ഇത്രയും ദിവസം ഗവൺമെന്റ് വക്താക്കളും പറഞ്ഞുകൊണ്ടിരുന്നത് അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നാണ്. രാജ്ഭവൻ ഇതാ അക്കാര്യം നിഷേധിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ഉത്തരവ് നൽകിയിട്ടേ ഇല്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ രാജ്ഭവൻ അങ്ങനെ ഒരു ഉത്തരവ് നൽകാനാവുകയില്ല. ഗവർണറെ ഇവിടുത്തെ ഭരണകാര്യങ്ങൾ ഇടപെടാനേ പാടില്ല തന്നെ. നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ദേശീയ ഗീതമേ വന്ദേമാതരം മാത്രമല്ല, ദേശീയ ഗാനം പോലും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, 25 വർഷം മുമ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കിടങ്ങൂർ സ്കൂളിലാണെന്ന് തോന്നുന്നു, യഹോവ സാക്ഷികളായ 3 വിദ്യാർത്ഥികൾ ദേശീയ ഗാനം പാടിയപ്പോൾ എണീറ്റ് നിൽക്കാൻ വിസമ്മതിച്ചു. അവരെ സ്കൂളിൽ സസ്പെൻഡ് ചെയ്തു. അവര് കോടതിയിൽ പോയി, കീഴ്ക്കോടതി, മേൽക്കോടതി, അങ്ങ് സുപ്രീം കോടതി വരെ പോയി. അന്തിമ വിധി എന്ന് പറയുന്നത് ദേശീയ ഗാനം പാടുമ്പോൾ എണീറ്റ് നിൽക്കണമെന്ന് ആരെയും നിർബന്ധിക്കാനാവുകയില്ല എന്നുള്ളതായിരുന്നു. അതൊക്കെ പൗരന്റെ മൗലികമായ അവകാശങ്ങളാണ്. അവൻ നീ ഇഷ്ടമുണ്ടെങ്കിൽ എണീറ്റ് നിൽക്കാം, അല്ലെങ്കിൽ എണീറ്റ് നിൽക്കാതിരിക്കാം എന്ന് പറയുന്ന പോലെ ഈ വന്ദേമാതരമോ ദേശീയ ഗാനമോ ഒക്കെ പാടിയേ ഒക്കൂ, അല്ലെങ്കിൽ എണീറ്റ് നിൽക്കണം എന്നൊന്നും ആരെയും നിർബന്ധിക്കാനാവുകയില്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. അതൊക്കെ പൗരന്റെ മാത്രം അവകാശമായ കാര്യമാണ്. എല്ലാവരും ഈ ദേശീയ ഗീതം പാടണമെന്ന് ഭരണഘടനയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അങ്ങനെ നിർബന്ധിക്കാനും ആവുകയില്ല. ഏതാണ്ട് ഒരു കാര്യം വ്യക്തമാണ്, RSSന്റെ അജണ്ട ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നടപ്പാക്കുന്നതിൽ കോൺഗ്രസ് ഗവൺമെന്റ് വ്യഗ്രത കാണിക്കുന്നു. പണ്ട് സുരേന്ദ്രൻ പറഞ്ഞിരുന്നു, കെ സുരേന്ദ്രൻ, BJPയുടെ മുൻ പ്രസിഡന്റ്, 35 MLA കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കും. 35 വേണ്ട, 3 MLA കിട്ടിയപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കൈകാര്യം ചെയ്തത് എന്നൊരു പ്രതീതി, ഒരു ഇമേജ് ഇപ്പൊ സൃഷ്ടിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ VD സവർക്കറെ പ്രശംസിച്ചുകൊണ്ട് ഒരു ചോദ്യം തയ്യാറാക്കാൻ ഇവിടുത്തെ അധ്യാപകന് ധൈര്യമുണ്ടായി? എന്തുകൊണ്ട് ധൈര്യമുണ്ടായി? അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇവിടെ കേരളത്തിൽ എന്നൊരു തോന്നൽ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതാണ് കാര്യം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് പെർസെപ്ഷൻ. എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോ കോൺഗ്രസ് ഭരിക്കുന്നുവെങ്കിലും കാര്യങ്ങൾ നടപ്പാക്കുന്നത് BJP തന്നെയാണ്. BJP ഗവൺമെന്റുമായി, കേന്ദ്ര ഗവൺമെന്റുമായി നല്ല ധാരണയിലാണ് ഈ ഗവൺമെന്റ് പോകുന്നത് എന്ന് പറഞ്ഞാൽ BJP ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് തങ്ങളുടെ അജണ്ട PM ശ്രീയിലൂടെ മറ്റു പരിപാടികളിലൂടെ ഇവിടെ നടപ്പാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ ആരോട് പറയാനാ? ഒരു കാര്യവുമില്ല. താങ്ക് യു.